നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ കണ്ടന്റ് ആകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രേണു സുധിക്കെതിരെയുള്ള ഹെയ്റ്റ് കമന്റ്സ് കുറയുന്നു. രേണു സുധിയെ ചേർത്തപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നു. സംഭവം മറ്റൊന്നുമല്ല, രേണുവിന് ക്യാൻസർ സ്ഥിരീകരിക്കുന്നു, അതിന്റെ ചികിത്സകളൊക്കെ തുടങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രേണുവിനെ പലരും ചേർത്ത് പിടിക്കാൻ തുടങ്ങിയത്. എന്നാൽ രേണുവിനെതിരെയുള്ള നെഗറ്റീവ് റിവ്യൂസ് പറയുന്നത് നിർത്തുക എന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു വലിയ സഹായം നൽകുകയാണ് ഇപ്പോൾ സായി കൃഷ്ണ. അതായത് രണ്ടുപേരും, രേണു സുധി ആണെങ്കിലും ഈ പറയുന്ന സായി ആണെങ്കിലും രണ്ടുപേരും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ പരസ്പരം ഇവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രേണുവിനെ സഹായിക്കുക എന്നുള്ളത് തന്റെ കടമയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സായിയുടെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ. രേണു സുധിയുടെ ഒരുപാട് കണ്ടന്റ് താൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം രേണുവിന് സഹായമായിട്ട് നൽകും എന്നുള്ള തരത്തിലാണ് സായി പ്രതികരിക്കുന്നത്. സായിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: രേണു സുധിയുടെ ഒരുപാട് കണ്ടന്റുകൾ താൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റായി പറയുകയാണെങ്കിൽ 48 കണ്ടന്റ് വിമർശിച്ചിട്ടുണ്ട്, പിന്തുണച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ രേണുവിനെ ഉപയോഗിച്ചുകൊണ്ട്, രേണുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. 48 കണ്ടന്റുകൾ താൻ ചെയ്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് നല്ലൊരു അത്യാവശ്യം റവന്യൂവും കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ മുഴുവൻ തുകയും എന്ന് പറയുന്നില്ല എങ്കിൽ പോലും കിട്ടിയതിൽ നിന്ന് നല്ലൊരു തുക രേണുവിന് കൊടുക്കുമെന്നാണ് സായി പറയുന്നത്. കാരണം നമ്മൾ കണ്ടന്റാക്കി ഒരുപാട് വീഡിയോകൾ ചെയ്തൊരു വ്യക്തിയാണ് രേണു. അവർക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ജീവിതത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പണം ആവശ്യമാണ്. നമുക്ക് കുറെ കാശുണ്ടാക്കാൻ കണ്ടന്റ് തന്നൊരു വ്യക്തി എന്നതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ പേര് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ തുകയിൽ നിന്നും തരക്കേടില്ലാത്തൊരു തുക അവർക്ക് തന്നെ കൊടുക്കും. അവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്. ബാക്കിയുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള രീതിയിൽ അനാവശ്യ കാര്യങ്ങൾ നടന്നു പോകാൻ ഇത് മതിയാകും എന്നുള്ളതാണ്. ഉണ്ടാക്കിയ കണ്ടന്റുകളിൽ നിന്നും കിട്ടിയ തുകയിൽ നിന്നും ഒത്തിരി തുക നൽകി കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആരുടെ മുന്നിലും കൈനീട്ടാതെ സമാധാനത്തോടെ അവരുടെ മെഡിക്കൽ ജേർണി കംപ്ലീറ്റ് ചെയ്യാനാകും എന്നുള്ളതാണ് സായി പറയുന്നത്. അവർ ക്യാൻസറിനെ അതിജീവിച്ച് തിരിച്ചു വരട്ടെ എന്ന ആഗ്രഹം തനിക്കുണ്ട് എന്നും സായി കുറിക്കുന്നു. അതേസമയം രേണു സുധിക്ക് നേരെ വരുന്ന നെഗറ്റീവ് കമന്റുകളെ കുറിച്ചും സായി കൃഷ്ണ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അത് വിശ്വസിക്കാതെ കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരെ കാണാൻ സാധിച്ചു. ഒരുപാട് പേര് കമന്റുകൾ നെഗറ്റീവായി ഇടുന്നുണ്ട്. അവരെ ഒന്നും താൻ കുറ്റം പറയുന്നില്ല. പക്ഷേ എന്നെ പോലെ അവരെ കുറിച്ച് വീഡിയോ ചെയ്ത ആളുകൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കമന്റ് ബോക്സിൽ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവരെ കുറിച്ച് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന കണ്ടന്റുകൾ ഞാൻ ചെയ്തിട്ടില്ല എന്നത് എനിക്ക് ഉറപ്പാണെങ്കിൽ പബ്ലിക്കിൽ രേണുവിനെതിരെ കമന്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരിൽ നമ്മളും പെടും എന്നുള്ളതാണ് വസ്തുത. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കമന്റ് ഇടുന്നവർക്കെതിരെ പ്രതികരിക്കാനുള്ള അർഹതയൊന്നും നമുക്ക് ഇല്ല. അവരെ വിട്ടേക്കാൻ നമുക്ക് അഭ്യർത്ഥിക്കാം എന്നുള്ളത് മാത്രമാണെന്നും സായി പറയുന്നു. അതേസമയം രേണുവിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അത് വളരെ ദാരുണമായിട്ടുള്ള പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്ന് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. രേണു തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. കീമോ അടക്കം സ്റ്റാർട്ട് ചെയ്തു. വളരെ വേദനപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. കിച്ചു സംസാരിക്കാത്തതിന്റെ വിഷമവും ഒപ്പം ചികിത്സയുടെ വേദനയും ഒക്കെ തന്നെ ഉണ്ട് എന്ന് രേണു തന്നെ വ്യക്തമാക്കിയതാണ്. എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള കഷ്ടപ്പാടിൽ തന്നെയാണ് രേണു ഇപ്പോഴുള്ളത് എന്നത് വ്യക്തമായി കഴിഞ്ഞു. ക്യാൻസറിനോട് പൊരുതി ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഉറപ്പ് രേണുവിനുണ്ട് എങ്കിൽ പോലും, അതിനുവേണ്ടി രേണു അഹോരാത്രം പണിപെടുന്നുണ്ട് എങ്കിൽ പോലും അവരെക്കുറിച്ച് നിരവധി ആളുകൾ മോശമായി പറയുന്നു, അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തന്റെ അസുഖത്തിന്റെ പേരിൽ ചിലർ തന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് പണപ്പിരിവ് അടക്കം നടത്തുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് രേണുവിനെ സംബന്ധിച്ച ആ ഒരു ആശുപത്രി ചികിത്സക്കിടെ അറിയേണ്ടി വന്നിരിക്കുന്നത്. ഇതിനൊരു വിശദീകരണവുമായിട്ട് രേണു രംഗത്തെത്തുന്നു. തന്റെ അസുഖത്തിന്റെ പേരിൽ ചിലർ പണം പിരിപ്പ് നടത്തുന്നുണ്ട്, അത് താൻ അറിഞ്ഞിട്ടില്ല എന്നും തനിക്കതിൽ പങ്കില്ല എന്നും ആരോടും താൻ പണം പിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും വ്യക്തമാക്കുകയാണ് രേണു സുധി. തന്റെ ആരാധകരിൽ ആരും തട്ടിപ്പിന് ഇരയാകാതെ ഇരിക്കാനാണ് രേണു ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രേണു സുധി. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ എന്റെ കീമോ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞു തുടങ്ങുന്ന വീഡിയോയിൽ എല്ലാവരും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രേണു ആവശ്യപ്പെടുന്നു. തന്നെ ഓർത്തിട്ടല്ല, തൻ്റെ ഋതപ്പനെ ഓർത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ കുഞ്ഞാണ്, ഇപ്പോഴും ഞാൻ ചത്തുപോട്ടെ എന്ന്
പറഞ്ഞ കമന്റ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ലെന്നും ഇതിലും അധികം ആളുകൾ എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ എന്നുള്ളതാണ് സന്തോഷമെന്നും അവർക്കൊക്കെ നന്ദി എന്നുമാണ് രേണുവിന്റെ വാക്കുകൾ. അസുഖം അറിഞ്ഞ ശേഷം ഒരുപാട് പേർ തന്നെ ആശ്വസിപ്പിക്കാൻ വിളിക്കുന്നുണ്ട്. താൻ ചോദിക്കാതെ തന്നെ നിരവധി സഹായങ്ങൾ ലഭ്യമാകുന്നുമുണ്ട്. തന്റെ പേരിൽ എന്തോ ഒരു പിരിവ് ചിലർ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ താൻ അത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പിരിവല്ല, തന്റെ സമ്മതത്തോടെയല്ല അത്തരം ഒരു പിരിവ് എന്നും രേണു പറയുന്നു. എന്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണമെന്ന് ഞാൻ ആരോടും ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മാനേജർ കരിഷ്മയെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി, അവൾ തന്നെ കാര്യങ്ങളെല്ലാം അറിയിച്ചോളുമെന്നും രേണുസുതി അറിയിച്ചു. പിരിക്കാൻ താൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും എവിടെയെങ്കിലും പിരിക്കുന്നത് തന്റെ പേരിൽ ഒരു പണപ്പിരിവ് നടത്തുന്നത് കണ്ടാൽ നിങ്ങൾ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കണമെന്നും രേണു പറയുന്നു. ഒരിക്കലും താൻ പിരിവ് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്നും രേണു വ്യക്തമാക്കി. അതേസമയം കിച്ചു ഇനി രേണുവിനെ കാണാൻ എത്തുമോ എന്നുള്ള ഒരു ചോദ്യം കൂടെ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തന്നെ രേണുവും കിച്ചുവും തമ്മിൽ ഇപ്പോൾ സംസാരമൊന്നുമില്ല, ഇരുവരും തമ്മിൽ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആരെയും ആശ്രയിക്കാതെ സ്വന്തമായൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കഠിന പ്രയത്നത്തിൽ തന്നെയാണ് കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ രേണുവിന് ഇങ്ങനെയൊരു വയ്യായിക വന്നതിന്റെ ഭാഗമായിട്ട് കിച്ചുവിന്റെ വീഡിയോകൾക്കടിയിലും രേണുവിന്റെ പേരുകളൊക്കെ പരാമർശിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അച്ഛന്റെ മരണശേഷം അച്ഛന്റെ ബന്ധുക്കൾക്കൊപ്പമാണ് കിച്ചു നിലവിൽ ജീവിച്ചു പോകുന്നത്. ഇതിന് പിന്നാലെയാണ് കിച്ചു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെറിയ രീതിയിൽ വരുമാനം കണ്ടെത്താനുള്ള വഴി കണ്ടെത്തുകയും ചെയ്തത്. ഇതിനോടകം തന്നെ 2.5 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആണ് കിച്ചുവിനുള്ളത്. യൂട്യൂബ് വരുമാനം കൊണ്ട് പഠനവും ഒരു പുതിയ വാഹനവും ജീവിത ചിലവും ഒക്കെ നേടിയെടുത്ത കിച്ചു ഇപ്പോൾ ഒരു ബിസിനസ്സും ആരംഭിച്ചിരിക്കുകയാണ്. ഭാവി സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തോടെ കിച്ചു ക്ലോത്തിംഗ് ബ്രാൻഡ് ആയിട്ടുള്ള ബിസിനസ്സിലേക്കാണ് ഇറങ്ങിയത്. ലൂപ്സി ബൈ കിച്ചു എന്നാണ് ഈ ബ്രാൻഡിന് കിച്ചു പേരിട്ടിരിക്കുന്നത്. പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടീഷർട്ടുകളാണ് ഇതിലെ പ്രധാനപ്പെട്ട ആകർഷണം. ആദ്യം തൻ്റെ ഡിസൈൻ കഴിഞ്ഞ ദിവസം കിച്ചു ഒരു റീലിലൂടെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതിൽ നിരവധി കമന്റുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. വലിയച്ഛനെയും വലിയമ്മയെയും അച്ഛമ്മയെയും കസിൻസിനെയും എല്ലാം തൻ്റെ ഡിസൈൻ കിച്ചു കാണിക്കുമ്പോഴും അവരുടെ പ്രതികരണം വീഡിയോയാക്കി യൂട്യൂബിൽ പങ്കിടുമ്പോഴും രേണുവിൻ്റെ പ്രതികരണം എടുത്തില്ലല്ലോ എന്ന് ചിലർ ചോദിക്കുന്നു. കിച്ചു സ്വന്തമായി ഡിസൈൻ ചെയ്ത് ഇറക്കിയ ടീഷർട്ടാണ് എന്നറിഞ്ഞപ്പോൾ സുധിയുടെ അമ്മ സന്തോഷത്തോടെ കിച്ചുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. നിങ്ങളെല്ലാം കേട്ട് കാണാം. ഞാൻ പുതിയൊരു ക്ലോത്തിംഗ് ബ്രാൻഡ് തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവും ആരാധകരോട് സംസാരിച്ചു. വീട്ടുകാരെ ഡ്രസ്സോ ഡിസൈനോ ഒന്നും കാണിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം പ്രതികരണങ്ങൾ. അവരെ അതൊന്ന് കാണിച്ച് റിയാക്ഷൻ എന്താണെന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു വീഡിയോ ആരംഭിക്കുന്നു. അടിപൊളി, കൊള്ളാം, നല്ല ക്വാളിറ്റിയാണ്, പ്രീമിയം ക്വാളിറ്റിയാണ് എന്നിങ്ങനെയൊക്കെയായിരുന്നു വീട്ടുകാർ കിച്ചുവിന്റെ ഡിസൈനിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത്. വാട്സപ്പ് വഴിയാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത്. ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് ഇതിനോടകം തന്നെ നിരവധി പേർ കമന്റ് ബോക്സിലടക്കം എത്തിയതും കണ്ടു. അതേസമയം ചിലർ രേണുവിനെ പോയി കാണാനും കിച്ചുവിനെ ഉപദേശിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഇപ്പോൾ ഈ ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് മാറുന്നുണ്ട്. കിച്ചു മോനെ അമ്മയുടെ അടുക്കൽ നിൽക്ക് എന്നും അച്ഛനെ ഓർത്ത് അമ്മയുടെ അടുത്തേക്ക് പോകണമെന്നും നിരവധി ആളുകൾ പറയുന്നു. ഒരാൾക്ക് മോനിലൂടെ ഒരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണെന്നും അമ്മയെ പോയി കാണണമെന്നും മോനെ അവർക്ക് അതൊരു സന്തോഷമാകുന്ന ആശ്വാസമാകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നും നന്ദിയില്ലാത്ത മക്കൾ മാതാപിതാക്കളുടെ സ്നേഹവും ത്യാഗവും വിലമതിക്കാറില്ല എന്നും എങ്ങനെ പോയി കാണും എന്നുള്ളതൊക്കെയാണ് നിരവധി ആളുകൾ രേഖപ്പെടുത്തുന്ന കമന്റുകൾ. കിച്ചു രേണുവിനെ എന്തൊക്കെയാണ് പറഞ്ഞത്, നന്ദിയില്ലാത്ത ചെറുക്കനാണ് കിച്ചു, മോനെ അങ്ങനെ അമ്മയെ കൈവിടരുത് എന്നൊക്കെ മറ്റു ചിലരും വിമർശിക്കുന്നുണ്ട്. ഏതായാലും കിച്ചു ഇനി എന്തായിരിക്കും തീരുമാനമെടുക്കുന്നത് എന്നതടക്കമുള്ള ഒരു കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ രേണു തന്നെ പറഞ്ഞിട്ടുമുണ്ട് തൻ്റെ കിച്ചു തന്നെ ഒന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ കുറച്ച് സന്തോഷമായേനെ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്തായിരിക്കും കിച്ചുവിൻ്റെ തീരുമാനം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ രേണുവിന് സഹായവുമായിട്ട് സായി കൃഷ്ണ എന്ന് പറയുന്ന യൂട്യൂബ് വ്ളോഗർ ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത്.